ഒരു ഒബീസ് ആയ ആള് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? രോഗാവസ്ഥകൾ അങ്ങനെ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒബീസ് ആയിട്ടുള്ള ആളുകളുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ്, യൂറോപ്പിലൊക്കെയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ ഈ ഒബേസിറ്റിയിലെ പ്രശ്നങ്ങളെ മാത്രമായിട്ടുണ്ട്. ഒബേസിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഒബേസ് ആയിട്ടുള്ള ആളുകൾ. മോർബിഡ് ഒബേസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന 100 കിലോനൊന്നല്ല, അവിടെ കാണുന്ന ആളുകൾ 250 കിലോഗ്രാം 300 കിലോഗ്രാമാണ്. ദാറ്റ് ഈസ് ഒബേസിറ്റി, അവിടുത്തെ ഒബേസിറ്റി. നമ്മളിവിടെ കാണുന്ന ഒബേസിറ്റി ഒന്നുമല്ല. പക്ഷേ ആ ഒബേസിറ്റിയുള്ള ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം, ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, സ്ട്രോക്ക് ഉണ്ടാവാം, യൂറിക് ആസിഡ് കൂടാം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, കിടന്നു ഉറങ്ങുമ്പോൾ ശ്വാസം കിട്ടാത്ത അവസ്ഥ, കൂർക്കം വലിക്കുന്ന അവസ്ഥ, ഫാറ്റി ലിവർ ഉണ്ടാവാം, ഫാറ്റി ലിവറിൻ്റെ പരാജയങ്ങൾ ഉണ്ടാവാം. ഏറ്റവും കൂടുതൽ അവരനുഭവിക്കുന്നത് എണീറ്റ് നിൽക്കാൻ കഴിയത്തില്ല, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ടുവേദന കൊണ്ട് മുട്ട് തേയ്മാനം, എല്ല് തേയ്മാനം, പിന്നുള്ളത് പല രീതിയിലുള്ള ക്യാൻസേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു 10-15 അസുഖങ്ങൾ ഒരുമിച്ച് ഒബേസിറ്റി ഉള്ള ആൾ അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് എവിടെ? അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എവിടെ ക്വാളിറ്റി ഉള്ളത്? അദ്ദേഹത്തിന് ഹെൽത്തി അല്ല, ഒരു ഭക്ഷണം ശരിയായ രീതിയിൽ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ഒരുപാട് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവാം. ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് അമിതവണ്ണമുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ഭയങ്കര തടി. പക്ഷെ ഇവിടെ എന്താണ് അമിതവണ്ണത്തിന് കാരണം? ഇവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിനെ നമ്മൾ ഡിസീസ് ഓഫ് ബ്രെയിൻ എന്ന് പറയാം. ഈ ഒബേസിറ്റിനെ നമ്മൾ വളരെയധികം പഠനങ്ങളിലൂടെ വന്ന് ഇന്ന് ഒബേസിറ്റിയുടെ വലിയൊരു ലോകത്തെ നമ്മൾ നിൽക്കുന്നെങ്കിലും ഒരുപാട് പഠനത്തിന് ശേഷം ബ്രെയിൻ ആൻഡ് ഗട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നമ്മളെ ആമാശയും ഈ സിസ്റ്റം മുഴുവനായിട്ട് ഇൻഡസ്റ്റൈന് തോന്നും. അപ്പോൾ ഡിസീസ് ഓഫ് ബ്രെയിൻ എന്ന് കൊണ്ട് പറയുന്നത് വെച്ചാൽ എനിക്ക് ഈറ്റിംഗ്, ഹംഗ്രി ഫോർ ഈറ്റിംഗ്, എൻ്റെ വിശപ്പിന് വേണ്ടി ഞാൻ കഴിക്കുന്നു. ഹംഗ്രി, ഈറ്റിംഗ് ഫോർ പ്ലഷർ, എനിക്ക് ഇഷ്ടത്തിന് വേണ്ടി ഞാൻ തിന്നുന്നു. അപ്പോൾ ഈ അതുപോലെ തന്നെ ഞാൻ ഡിസൈഡ് ഇട്ടില്ല, എനിക്ക് വേണ്ട, പക്ഷേ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വേണ്ട, ഇത് ശരിക്കും എനിക്ക് ആവശ്യമില്ല. അതെ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് കംപ്ലീറ്റ് കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ ബ്രെയിനാണ്. അപ്പോൾ എൻ്റെ സാറ്റൈറ്റി, എനിക്ക് ഫുൾനെസ് മതി, നിർത്താൻ പറയുന്നത് എൻ്റെ ബ്രെയിനാണ്. നിർത്തണ്ട, കഴിച്ചോ, നീ കഴിച്ചോ എന്ന് പറയുന്നത് എൻ്റെ ബ്രെയിനാണ്. ഈ ഫിസിയോളജിക്കൽ ഫങ്ഷൻ നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കുറേ ഹോർമോണൽ, എൻഡോക്രൈനൽ ഹോർമോൺ വഴി ബ്രെയിനിൽ നിന്ന് ഗട്ടിലേക്ക് കൊടുക്കുന്ന ഈ പെരിഫറൽ സിഗ്നൽസ് വഴി നടന്നുകൊണ്ടിരിക്കണം. ഇവരൊന്നും അറിയാതെ ഓരോ ദിവസവും ഓരോ ഗ്രാം വെച്ച് ഇവർ കൂടിക്കൊണ്ടേയിരിക്കും. അവിടെ വരുമ്പോഴാണ് ഒബേസിറ്റിക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ 100 കിലോനും 80 കിലോനും 70 കിലോനുള്ള ആളുകൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അതെ.